ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ജസ്റ്റ് ഒരു വ്ളോഗൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എഴുന്നേക്കാണ്. അപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇന്ന് എന്താണ് എൻ്റെ പരിപാടി, വലിയ കാര്യമായിട്ടൊന്നും പരിപാടികളൊന്നും ഇല്ല. എന്നാലും ഇന്നെന്താ പരിപാടി എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നെന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫോൺ എടുക്കുക, ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്താ ആക്ച്വലി ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ 2-3 പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അധികം പേരൊന്നും എനിക്ക് ഇടാനില്ല കേട്ടോ. അപ്പോൾ അധികം സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒന്നിച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഞാൻ അടുത്ത പരിപാടിയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. ഇങ്ങനെ കാണിക്കാവുന്നതാണ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കേക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി അത് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യാം, ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് കണ്ടോളൂ. കട്ട് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ അപ്പുട്ടൻ, ഹാപ്പി ബർത്ത്ഡേ അപ്പുട്ടൻ, ഹാപ്പി ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യെസ് ഐ ആം 22. 22 എഴുതിയിട്ടില്ലായിരുന്നു, പക്ഷെ അതും കൂടെ എഴുതായിരുന്നില്ല. വയസ്സായെന്ന് വിചാരിച്ച ആൾക്കാർക്ക് അളവനായി ശരിയാ. ഫോൺ ആരെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യും. പറയാൻ പറഞ്ഞു, എനിക്ക് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്, എസ്പെഷ്യലി അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അല്ല, എനിക്ക് വിഷ് ചെയ്യുന്ന എല്ലാവരും എന്നെ വേണ്ടപ്പെട്ടവരാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും താങ്ക്സ്. വളരെയധികം നന്ദിയുണ്ടെന്ന്. എനിക്കിങ്ങനെ ഒരു ദിവസത്തിൽ എല്ലാവരും എന്നെ വിഷ് ചെയ്തതിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് ചെറിയൊരു ദിവസമാണ് എങ്കിൽ കൂടിയിട്ടും എനിക്കതൊരു വലിയ ദിവസമാണ്. നമ്മൾ ജനിച്ച ദിവസങ്ങൾ നമുക്ക് എപ്പോഴും നല്ല ദിവസങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എൻ്റെ ഒരു ഡേ ജസ്റ്റ് ഒരു ഡേ എങ്ങനെയുണ്ടെന്നത് നിങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ കുളി നനയും ജബൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റ് റിവീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗിഫ്റ്റ് ഇതാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇട്ടിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ എൻ്റെ ഗിഫ്റ്റ്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ഇതിനെ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മെറ്റീരിയൽ ടീഷർട്ടും പിന്നെ ഒരു പാൻറ്റുമാണ്. ഇത് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ പെങ്ങളാണ്. ആളിവിടെ കിച്ചണിൽ എന്തോ പരിപാടിയിലാണ്. ആൾ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അവളെ ഞാൻ കാണിക്കാം, അവളെന്താ പറയാനുള്ളത് കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ബാക്കി ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇതിട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് ലുക്ക് വരുന്നത്. നമ്മുടെ സിസ്റ്റർ മേടിച്ചെന്നാണ്. നല്ല അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഞാനിത് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബാങ്കിൽ പോകലാണ്. അപ്പോൾ മമ്മീൻ്റെ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാങ്കിൽ പോയിട്ട് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി കൂടി അത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ബാങ്കിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ പോയിട്ട് ഇനി അവിടെ ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, അതൊന്ന് സോൾവ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ സ്ഥലത്തും കൂടി പോകാനുണ്ട്, എടപ്പള്ളിയിലൊന്ന് പോകാനുണ്ട്. ആ ഒരു ചടങ്ങ് കൂടി തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളോട് ചെയ്യാൻ. അപ്പം നിങ്ങൾ കാണുക ഞാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്, എന്താണ് എൻ്റെ ഡേ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ. ബാങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ തിരക്കില്ല ഇപ്പം നിലവിൽ, പക്ഷെ ഒരാൾ കൂടി വരാനുണ്ട്. വേണം നമ്മളെ മറ്റേ ചടങ്ങ് കൂടി തീർത്തിട്ട് വേണം നമുക്ക് എടപ്പള്ളിയിൽ പോകാൻ. എടപ്പള്ളിയിലത്തെ ഇഷ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്താണ് അവിടെ പോകേണ്ട കാര്യമുള്ളത് എന്നുള്ളത്.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ബാങ്കിൽ പോയി വന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടപ്പള്ളി വരെ പോകണം. അപ്പോൾ എടപ്പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എടപ്പള്ളി പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ എന്താണ് സംഭവം എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ എടപ്പള്ളി പോയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ വന്നത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫോൺ, നിങ്ങൾക്കറിയില്ല, ഞാൻ ആക്ച്വലി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ട സമയത്ത് ഞാനത് പൊട്ടിക്കുന്നുണ്ടായി. ഒരു സമയത്ത് ഒരു ഡാർക്ക് മോഡ് വന്നപ്പോൾ ഞാനത് ഒരു ദിവസം പൊട്ടിക്കുന്നുണ്ടായി, എറിഞ്ഞ് പൊട്ടിച്ച്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ എടപ്പള്ളിയിൽ വന്നിരിക്കുന്നത് വിവോയുടെ സർവീസ് സെൻറ്ററിലാണ്. അപ്പോൾ വിവോയുടെ സർവീസ് സെൻറ്ററിൽ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ ഫോൺ വന്നിട്ട് വിവോയുടെ ഫോണായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം ഭയങ്കര ഒരു മോശപ്പെട്ടൊരു ദിവസത്തിൽ ഞാനത് എറിഞ്ഞ് പൊട്ടിച്ചു എന്ന് വേണം പറയാൻ. അതിന് പുറമെ വേറെ കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. അത് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം 2-3 കടയിൽ കൊണ്ടുപോയി കൊടുത്ത് റിപ്പയർ ചെയ്തായിരുന്നു. പക്ഷേ ആക്ച്വലി അത് ശരിയായില്ല. 2 കടയിൽ കൊടുത്തിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോൾ അത് റിപ്പയർ ചെയ്തു, പക്ഷേ എങ്കിലും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഡിസ്പ്ലേ ഇടാൻ വേണ്ടിയിട്ടാണ് വിവോയുടെ സർവീസ് സെൻറ്ററിൽ വന്നത്. അപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1 hour സമയം എടുക്കും അത് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സമയം വന്നിട്ട് 12:30 ആണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ആ ഫോണിൽ കുറച്ച് എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉള്ള കാരണങ്ങളാണ് ഞാൻ ആ ഫോൺ തന്നെ പിന്നെയും എനിക്ക് ഈ ഫോണുണ്ട്. ആക്ച്വലി എനിക്ക് യൂസ് ചെയ്യുന്ന ഈ ഫോണുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ടും ആ ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അത് കാരണമുണ്ട് അതും എനിക്ക് വേണമെന്നുള്ള കാരണമുണ്ട് ഞാനത് റിപ്പയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ ശരിയാക്കിയിട്ടുണ്ട്. വിവോ എന്നാണ്. നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോൺ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫോൺ ആക്ച്വലി. കണ്ട, ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വീട്ടിൽ പോയിട്ട് പായസം കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു മമ്മി. അപ്പോൾ നമുക്ക് അതവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ, ബൈ. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഇനി പായസത്തിൻ്റെ പരിപാടിയിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബാക്കി എന്താണെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, പായസമൊക്കെ മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ വന്നിട്ടേ വെക്കുള്ളൂ. അപ്പോൾ മമ്മി നേരത്തെ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാലട പായസമാണ് വെച്ചത്. അപ്പോൾ മമ്മി പായസമൊക്കെ വെച്ച കാരണം കൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് അധികം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ